നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 ഓഗസ്റ്റ് മാസം 17-ാം തീയതി തിങ്കളാഴ്ച ദിവസം. നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായും കാണുക, മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, ഓണക്കാലത്ത് ജനങ്ങൾക്ക് സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷണം ഉറപ്പാക്കുന്നതിനായി സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ ശക്തമാക്കി. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരവും സുരക്ഷയും ഉറപ്പാക്കാൻ ജൂലൈ 27 മുതൽ ആരംഭിച്ച ഓണം സ്ക്വാഡിന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാന വ്യാപകമായി പരിശോധന നടക്കുന്നതെന്ന് ആരോഗ്യ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ഇതുവരെ സംസ്ഥാനത്ത് 5016 പരിശോധനകൾ നടത്തിയതായി മന്ത്രി വ്യക്തമാക്കി. നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് 705 നോട്ടീസുകളും 390 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തിയതിനുമുള്ള ശുപാർശ നോട്ടീസുകളും നൽകി കഴിഞ്ഞു. ഓണക്കാലത്ത് വ്യാപകമായി ഉപയോഗിക്കുന്ന പപ്പടം, ശർക്കര, വെളിച്ചെണ്ണ, നെയ്യ് തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരത്തിനാണ് പ്രത്യേക ശ്രദ്ധ നൽകുന്നത്. ഉൽപ്പന്നങ്ങളുടെ ലേബൽ വിവരങ്ങൾ, നിർമ്മാണ കാലാവധി, തീയതികൾ, ബാച്ച് നമ്പർ, ലൈസൻസ് വിവരങ്ങൾ, ഘടകങ്ങളുടെ പ്രഖ്യാപനം എന്നിവയും പരിശോധനയുടെ ഭാഗമായി പരിശോധിക്കുന്നുണ്ട്. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ, ക്ലൗഡ് കിച്ചണുകൾ എന്നിവിടങ്ങളിലും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഓണസദ്യയും മറ്റ് ഭക്ഷണപ്പൊതികളും വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങളിലും ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പരിശോധന നടക്കുന്നു. ഭക്ഷണം തയ്യാറാക്കൽ, പാക്കിംഗ്, സംഭരണം, വിതരണം എന്നിവയിലെ ശുചിത്വം, താപനില നിയന്ത്രണം, അസംസ്കൃത വസ്തുക്കളുടെ ഗുണനിലവാരം, ശരിയായ ലേബലിംഗ് എന്നിവയാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഓൺലൈൻ ഭക്ഷ്യവിതരണ പ്ലാറ്റ്ഫോമുകളുടെ വിതരണ കേന്ദ്രങ്ങളിലും പരിശോധന കൂടുതൽ കാര്യക്ഷമമാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, കേരളത്തിലെ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെ അപേക്ഷിക്കാം. പ്രതിവർഷം 1500 രൂപ വീതം സഹായം ലഭിക്കുന്ന പദ്ധതിയാണിത്. 2026-27 അധ്യയന വർഷത്തെ അപേക്ഷാ നടപടികൾ പൂർത്തീകരിച്ച് സ്കൂളുകളിൽ നിന്നുള്ള ഡാറ്റ എൻട്രി 2026 സെപ്റ്റംബർ 30-നകം പൂർത്തിയാക്കണം. 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. കൂടുതൽ മാർക്കിന്റെയും കുറഞ്ഞ വരുമാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് സ്കോളർഷിപ്പുകൾ അനുവദിക്കുന്നത്. 1-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ വരുമാനമാണ് അടിസ്ഥാനമാക്കുക. പ്രതിവർഷം 1500 രൂപയാണ് സ്കോളർഷിപ്പുകളായി ലഭിക്കുക. അടുത്ത അറിയിപ്പ്, ഓണസദ്യയ്ക്ക് ആവശ്യമായ പ്രധാന ഭക്ഷ്യവസ്തുക്കളും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തി പ്രത്യേക ഗിഫ്റ്റ് കിറ്റുകളും സപ്ലൈകോ പുറത്തിറക്കുന്നുണ്ട്. അരി, വെളിച്ചെണ്ണ, പഞ്ചസാര, വിവിധ ശബരി മസാലകൾ തുടങ്ങി 21 ഇനങ്ങൾ അടങ്ങിയ അത്തം ഓണ സമ്മാന കിറ്റ് 1000 രൂപയ്ക്ക് സപ്ലൈകോ വിൽപ്പനശാലകളിൽ നിന്ന് ലഭിക്കും. പരമാവധി വിൽപ്പന വില 1280 രൂപയുള്ള ഈ ഒരു കിറ്റിന് 280 രൂപ വിലക്കുറവിലാണ് ലഭിക്കുക. 25 ഇനങ്ങൾ അടങ്ങിയ ഉത്രാടം കിറ്റ് 380 രൂപ കുറച്ച് 1500 രൂപയ്ക്കും 30 ഇനങ്ങൾ അടങ്ങിയ പ്രീമിയം ഓണാഘോഷ കിറ്റായ തിരുവോണം കിറ്റ് 540 രൂപ വിലക്കുറവിൽ 2000 രൂപയ്ക്കും ലഭിക്കും. പുറമെ പുട്ടുപൊടി, സേമിയ, പായസക്കൂട്ട്, മുളകുപൊടി, മഞ്ഞപ്പൊടി തുടങ്ങിയ 9 പ്രീമിയം ശബരി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ശബരി സിഗ്നേച്ചർ കിറ്റ് 75 രൂപയിലധികം വിലക്കുറവിൽ 299 രൂപയ്ക്കാണ് സപ്ലൈകോ വിൽപ്പനശാലകളിൽ നിന്ന് ലഭിക്കുക. സപ്ലൈകോ ഓണം ഗിഫ്റ്റ് കാർഡുകളും പുറത്തിറക്കുന്നുണ്ട്. 500, 1000 രൂപയുടെ മൂല്യമുള്ള ഈ കാർഡുകൾ ഉപയോഗിച്ച് സപ്ലൈകോ ഔട്ട്ലെറ്റിൽ നിന്ന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ വാങ്ങാനാവും. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, ക്ഷേമ പെൻഷൻ വിതരണം ബാങ്ക് വഴിയാക്കിയ തീരുമാനം സർക്കാർ ഉടൻ നടപ്പിലാക്കില്ല. ഓണക്കാലത്തെ പെൻഷൻ പഴയ രീതിയിൽ തന്നെ നൽകും. തത്വത്തിലുള്ള നിർദ്ദേശം മാത്രമാണ് പുറത്തിറക്കിയതെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമേ പുതിയ രീതിയിലേക്ക് മാറുകയുള്ളൂ. ഓണത്തിന് മുൻപായി സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭ്യമാവും. 20-ാം തീയതിക്ക് ശേഷമായിരിക്കും വിതരണം ആരംഭിക്കുക. 15-ാം തീയതിക്ക് ശേഷം, അതായത് അടുത്ത ആഴ്ച ഇതിനെ സംബന്ധിച്ചുള്ള ഉത്തരവ് ഇറങ്ങുകയും ചെയ്യും. 2000 രൂപയാണ് ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഇത്തവണ ലഭിക്കുക. ഓണത്തിന് മുൻപായി തന്നെ തുക വിതരണം ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.